ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എന്തുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്കൊരു മറുപടി തരാത്തത് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നത്, ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കാം. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ വിട്ടേക്കാം. ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കാം. ഓക്കെ, എന്തുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് ഒരു മറുപടി തരാത്തത് എന്നുള്ളതാണ് നമ്മളോട് നോക്കുന്നത്. എന്തുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് ഇതുവരെ ഒരു മറുപടി തരാത്തത്? എന്തുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് ഒരു മറുപടി തരാത്തത് എന്നുള്ളതാണ് നമ്മളോട് നോക്കുന്നത്. എന്തുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് ഒരു മറുപടി തരാത്തത്? ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു മറുപടി തരാത്തത് എന്നുള്ളൊരു കാര്യമാണ് നമ്മളോട് നോക്കുന്നത്. ഓക്കെ, 2 of Wands നമുക്കിവിടെ കിട്ടുന്നുണ്ട്, 4 of Wands, 2 of Swords, Queen of Pentacles, the Empress കാർഡ് കിട്ടുന്നുണ്ട്, 5 of Pentacles, Ace of Swords, 5 of Swords, Queen of Wands, 10 of Cups, Knight of Cups, Ace of Pentacles. അപ്പോൾ നമുക്ക് മാസ്റ്റർ കാർഡ് നോക്കാം. ഓക്കെ, സ്ട്രെങ്ത് കാർഡാണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്തുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് ഒരു മറുപടി തരാത്തത് എന്ന് നോക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് കാണുന്നത് 2 of Wands അതുപോലെ 4 of Wands 2 കാർഡുകളാണ്. അപ്പോൾ ഇവര് ഈ ഒരു കാർഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഫ്യൂച്ചറിൽ പ്ലാനിങ് ചെയ്യുന്ന ഒരു കാർഡാണ് എന്ന് പറയാൻ പറ്റും. അവര് ദൂരേക്കുള്ള ഒരു ഫ്യൂച്ചറിനെ കുറിച്ചാണ് ആലോചിക്കുന്നത്. ഇപ്പം നിലവിലുള്ള ഈ ഒരു നിങ്ങളോട് സംസാരിക്കാതിരിക്കുന്നതോ അങ്ങനെയുള്ള പ്രശ്നങ്ങളെ കുറിച്ചല്ല, ഫ്യൂച്ചറിൽ ഈ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെ കൊണ്ടുപോകണം എന്നതിനെ കുറിച്ചാണ് ഈ ഒരു സമയത്ത് അവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ 4 of Wands വരുമ്പോൾ ഒരു സ്ഥിരത, അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെന്റ്, അല്ലെങ്കിൽ ഒരു ഫാമിലി ആയിട്ട് എപ്പോഴും നിങ്ങളെ അവരുടെ കൂടെ ഉണ്ടായിരിക്കണം എന്നതിനെ കുറിച്ചാണ് അവർ ആലോചിക്കുന്നത്. ഇപ്പം പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനോ അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നതിനെ കുറിച്ചോ ഒന്നുമല്ല അവർ ആലോചിക്കുന്നത്. ലൈഫ് ലോങ് നിങ്ങളെ കൂടെ നിർത്താനായിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഈ ഒരു പേഴ്സൺ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് അവരോട് തന്നെ ചോദിക്കുകയാണ്, ഞാൻ ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ഞാൻ റെഡിയാണോ, അല്ലെങ്കിൽ ഇത് എനിക്കുള്ള ഒരു റിലേഷൻഷിപ്പോ ആ ഒരു പേഴ്സണൊക്കെ ആണോ, അല്ലെങ്കിൽ ഇത് എനിക്ക് കാഷ്വലായിട്ട് എല്ലാവരോടും തോന്നുന്ന പോലെ ഒരു കളിതമാശയ്ക്ക് വേണ്ടി തോന്നുന്ന ഒരു ആഗ്രഹമാണോ, ഇത് സീരിയസ് ആണോ എന്നൊക്കെ ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ വരുന്നത് 2 of Swords ഒരു എനർജിയാണ്. ഇതൊരു ഇമോഷണൽ ബ്ലോക്കാണ് ശരിക്കും നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അവരുടെ മനസ്സ് അടച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കൊണ്ട് ഒരു ഡിസിഷൻ എടുക്കേണ്ടുന്ന, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്ന ഒരു സമയത്തിലേക്കാണ് ഈ ഒരു റിലേഷൻഷിപ്പ് എത്തി നിൽക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പം അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് ഈ ഒരു വ്യക്തി പേടിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇനി ഒരു മറുപടി കൊടുത്തു കഴിഞ്ഞാൽ, അതായത് നിങ്ങൾക്ക് ഒരു മറുപടി ആ ഒരു പേഴ്സൺ തരികയാണ്, അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി തരികയാണെന്നുണ്ടെങ്കിൽ കാര്യങ്ങളെല്ലാം മാറി മറിയുമോ എന്നൊരു പേടി ഈ ഒരു പേഴ്സൺ ഉണ്ട്. അവർ എന്തൊക്കെയോ കാര്യങ്ങൾക്ക് വേണ്ടി പേടിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. അപ്പം അവരുടെ ഒരു ഫീലിങ്സ് അവര് സ്വയം ഇങ്ങനെ അവരെ തന്നെ വിലയിരുത്താനായിട്ട്, അല്ലെങ്കിൽ അവർക്ക് എന്താണ് വേണ്ടതിനെ കുറിച്ച് അവർ ഇതുവരെ ചിന്തിക്കുന്നില്ല. ഇപ്പോൾ അവർ ചിന്തിച്ച് അത് അവർ സ്വീകരിച്ചതിന് ശേഷം മാത്രമാണ് ഇവരൊരു ഡിസിഷനിലേക്ക് പോവുകയുള്ളൂ എന്നാണ് കാണുന്നത്. അതിനെക്കുറിച്ച് സമയം എടുക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. പിന്നെ ക്യൂൻ ഓഫ് പെന്റക്കിൾസ് അതുപോലെ ദ എംപ്രസ് കാർഡാണ് വന്നിട്ടുള്ളത്. അപ്പം ഇത് നിങ്ങളുടെ എനർജിയാണ് ശരിക്കും കാണിക്കുന്നത്. നിങ്ങൾ വളരെ ഒരു കെയറിങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നും ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു കാര്യങ്ങളൊക്കെ, എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നിങ്ങൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു പ്രശ്നം വന്ന് അല്ലെങ്കിൽ ഒരു പ്രോബ്ലം വരുമ്പോൾ നിങ്ങൾ അവിടെ നിന്ന് ഓടി ഒളിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു വ്യക്തിയല്ല. ആ ഒരു പ്രശ്നത്തെ സോൾവ് ചെയ്ത് അല്ലെങ്കിൽ അതിനെ നേരിട്ട് മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്ന, വളരെ മച്ചുവറായിട്ട്
ബിഹേവ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്നാണ് കാണുന്നത്. പക്ഷെ നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇവിടെ അവർ കുറെ കാര്യങ്ങൾക്ക് പേടിക്കുന്നതായിട്ട് നമുക്ക് ഇവിടെ 2 ഓഫ് സോഴ്സിന്റെ എനർജി എന്നാണ് കാണിച്ചിരുന്നത്. അവർ പെട്ടെന്ന് തന്നെ ഒരു ഇമോഷണൽ ബ്ലോക്ക് അവിടെ വന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ആ ഒരു അവർക്ക് അവരുടെ ഫീലിങ്സ് തന്നെ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റാത്ത ഒരു പോലത്തെയുള്ള ഒരു ഫീലിങ്സുകളാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് കൂടുതലായിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ നിങ്ങളുടെ ഫീലിങ്സിനെ കുറിച്ചൊന്നും അവർ ചിന്തിക്കുന്ന പോലും ഇല്ല എന്ന് നമുക്ക് അറിയാനായിട്ട് പറ്റുന്നുണ്ട്. കാരണം അവരുടെ ഫീലിങ്സ് തന്നെ അവർ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറാകാത്ത സമയത്ത് നിങ്ങളുടെ ഫീലിങ്സിനെ കുറിച്ച് അവർ ഒരിക്കലും ചിന്തിക്കാനായിട്ട് പോകുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ നിങ്ങളുടെ കാര്യം നേരെ മറിച്ചാണ്. വളരെ കെയറിങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്, ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്, അതുപോലെ മെച്യൂർ ആണ്, ഒരു ഡീപ്പായിട്ടുള്ള ഒരു സ്നേഹം നൽകുന്ന ഒരു വ്യക്തി എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. അവര് നിങ്ങളെ ശരിക്കും ഒരു ഹൈ വാല്യൂ ആയിട്ടൊക്കെ തന്നെ കാണുന്നുണ്ട്, നിങ്ങളെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതൊരു കാഷ്വൽ ആയിട്ടുള്ള റിലേഷനിൽ കൊണ്ടുപോകാനായിട്ട് മടിക്കുന്നതും അതുകൊണ്ടാണ്. അപ്പൊ ഞാനിപ്പോ ഫൈനാൻഷ്യലി അല്ലെങ്കിൽ ഇമോഷണലി സ്റ്റേബിൾ അല്ല എന്ന ഒരു ഇൻസെക്യൂരിറ്റി ഈ ഒരു പേഴ്സൺ ഉണ്ട്. ആ ഒരു ഇൻസെക്യൂരിറ്റി ആണ് ഇവർക്ക് ഒരു ഭയം കൊടുക്കുന്നത്. അതുകൊണ്ടാണ് അവരിങ്ങനെ ഒന്ന് മാറി നിൽക്കുന്നത് എന്നാണ് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. കൂടുതൽ ആളുകൾക്കും ഫൈനാൻഷ്യലി ഇൻസെക്യൂർ ആയിട്ടുള്ള സ്റ്റേബിൾ അല്ലാത്ത വ്യക്തികളുണ്ട്. അതുപോലെ നിങ്ങളുടെ പേഴ്സൺ ഇമോഷണലി സ്റ്റേബിൾ അല്ല, അവർക്ക് എന്തൊക്കെയോ സാഹചര്യങ്ങൾ കൊണ്ട് അവർ ഇമോഷണലി തകർന്നു നിൽക്കുന്ന ഒരു സമയമായിരിക്കാം, അല്ലെങ്കിൽ ഫൈനാൻഷ്യലി തകർന്നു നിൽക്കുന്ന ഒരു സമയമായിരിക്കാം. അതുകൊണ്ട് അതൊന്ന് സ്റ്റേബിൾ ആയതിനു ശേഷം മാത്രമാണ് ഈ റിലേഷൻഷിപ്പിനെ ഒന്ന് ഓക്കെ ആക്കി എടുക്കാനായിട്ട് അവർക്ക് പറ്റുള്ളൂ എന്നുള്ള ഒരു കാര്യമാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. ആ ഒരു ഇൻസെക്യൂരിറ്റീസ് ആണ് അവരുടെ ഉള്ളിനുള്ളിൽ ഉള്ളത്. അതാണ് ഇവിടെ നിങ്ങൾക്ക് ഒരു മറുപടി തരാൻ അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി തരാനായിട്ട് തരുന്നതിൽ നിന്ന് അവരെ മാറ്റി നിർത്തുന്നത് എന്നുള്ളതാണ്. പിന്നെ 5 ഓഫ് പെന്റിക്കിൾസ് ഉണ്ട്, 5 ഓഫ് സോർഡ്സ് ഉണ്ട്. ഇത് അവരുടെ ഉള്ളിലുള്ള ഒരു സ്ട്രഗിൾസ് ആണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഒരു റിജക്ഷൻ ഫിയർ അല്ലെങ്കിൽ ലോൺലിനെസ് ഫീൽ ചെയ്യുന്നു, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ഇവരുടെ ഉള്ളിലുണ്ട്. ഒരു ഈഗോ ക്ലാഷസ് ഉണ്ട്. പഴയ സമയത്ത് പാസ്റ്റിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു സെയിം സിറ്റുവേഷൻ തന്നെ വീണ്ടും ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ഈ ഒരു പേഴ്സന്റെ ഭാഗത്ത് നിന്ന് വീണ്ടും ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ ആ ഒരു ഇത് നിങ്ങൾക്ക് താങ്ങാൻ കഴിയാതെ വീണ്ടും ഒരു റിജക്ഷനിലേക്ക് പോകുമോ എന്നൊക്കെ ഓർത്തിട്ട് നെക്സ്റ്റ് ഒരു സ്റ്റെപ്പ് എടുക്കാൻ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മറുപടി തരാനായിട്ട് ഈ ഒരു വ്യക്തി വളരെയധികം പേടിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ മുൻപുണ്ടായ ആ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് അവരെ ഇപ്പോഴും അവർക്ക് അതിനെക്കുറിച്ച് നല്ല ഒരു ബോധ്യമുണ്ട്, അല്ലെങ്കിൽ അവരെ അത് ബാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഞാൻ മെസ്സേജ് അയച്ച് ഞാനൊന്ന് ചെന്ന് കഴിഞ്ഞാൽ ഞാൻ താഴ്ന്നു പോകുമോ എന്നുള്ളൊരു ഈഗോ ഇഷ്യൂസും കൂടി ഇവിടെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങളൊന്ന് സെപ്പറേഷനിലോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ലെസ് കോണ്ടാക്റ്റിലൊക്കെ പോകുന്ന വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ ഇവിടെ അത്യാവശ്യമാണ് എന്നാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഏസ് ഓഫ് സോർഡ്സിന്റെ എനർജി വരുമ്പോഴത്തേക്കും അവർ സത്യം പറയാനായിട്ട് ആഗ്രഹിക്കുന്നു, പക്ഷെ അവർക്ക് ക്ലിയർ ആയിട്ട് സംസാരിക്കാനായിട്ട് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷെ ശരിയായ വേർഡ്സുകൾ അവർക്ക് കിട്ടുന്നില്ല. എങ്ങനെ സംസാരിക്കണം, എന്ത് പറയണം, എങ്ങനെ പറയണം എന്നൊന്നും അവർക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു ടെമ്പററി ഒരു സൈലൻസ് അവർ കീപ്പ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു ക്ലാരിറ്റി കിട്ടുമ്പോൾ ഡയറക്റ്റ് ഒരു മെസ്സേജ് നിങ്ങളിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. ക്യൂൻ ഓഫ് വാൻഡ്സ് ആണ് നെക്സ്റ്റ് വരുന്ന കാരണം. അപ്പൊ നിങ്ങളുടെ ഒരു ഇത് നോക്കുകയാണെങ്കിൽ നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആണ്, വളരെ അട്രാക്റ്റീവ് ആണ്, ഒരു സ്ട്രോങ് പേഴ്സണാലിറ്റി ആണ് എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അവര് നിങ്ങളെ ശരിക്കും അഡ്മയർ ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷെ അല്പം ഒരു ഈഗോ ക്ലാഷസ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും പിന്നെ അവര് ചിന്തിക്കുന്നുണ്ട്, ഞാൻ ഇനി ഡിസേർവ്ഡ് ആണോ, ഈ ഒരു പേഴ്സൺ ഇത്രമാത്രം എന്നെ സ്നേഹിക്കുന്ന ഒരു പേഴ്സണ് വേണ്ടിയിട്ട് എനിക്ക് ഒന്നും എഫേർട്ട് ഇട്ട് കൊടുക്കാനായിട്ട് പറ്റുന്നില്ല, അതുകൊണ്ട് ഇവർക്ക് ഞാൻ ഒരു മതിയായ ആളാണോ എന്നുള്ളൊരു ഡൗട്ടും ഈ ഒരു പേഴ്സൺ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ 10 ഓഫ് കപ്സും നൈറ്റ് ഓഫ് കപ്സും ആണ് വന്നിട്ടുള്ളത്. ഇത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ കാർഡാണ്. 10 ഓഫ് കപ്സ്, നൈറ്റ് ഓഫ് കപ്സ് എന്ന് പറയുന്നത് അവർ നിങ്ങളോടൊപ്പം ഒരു ഫ്യൂച്ചർ ഇമാജിൻ ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് ഈ ഒരു പേഴ്സൺ നിങ്ങളോടൊപ്പം നല്ല ഹാപ്പി ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ ഇമാജിൻ ചെയ്യുന്നു. അപ്പോൾ ഇപ്പൊ ഒരു മെസ്സേജോ അങ്ങനെ എന്തെങ്കിലും ഒരു റിപ്ലൈ ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് ഇമോഷണലി അല്ലെങ്കിൽ വളരെയധികം ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള രീതിയിലായിരിക്കും നിങ്ങളിലേക്ക് ആ ഒരു മെസ്സേജോ കമ്മ്യൂണിക്കേഷനോ ഒക്കെ വരിക എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഒരു 10 ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ ഒരു ലോങ് ടൈം ഹാപ്പിനെസ് വിഷൻ ആണ് മുന്നിൽ അവർ കാണുന്നത്. ജീവിതകാലം മുഴുവൻ ഹാപ്പി ആയിട്ട് നിങ്ങളുടെ കൂടെ ഇരിക്കാനാണ് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. നൈറ്റ് ഓഫ് കപ്സ് വരുമ്പോഴത്തേക്കും അവിടെ റൊമാൻറ്റിക് അപ്രോച്ച്, അതാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്തു നിന്ന് ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള രീതിയിൽ ഒരു മെസ്സേജോ കോളോ അല്ലെങ്കിൽ നേരിട്ട് വന്ന് കാണാനൊക്കെ ഒരു ചാൻസ് നമുക്കിവിടെ പറയാനായിട്ട് സാധിക്കും. അപ്പം അവരൊരു മറുപടി എന്ന രീതിയിൽ അങ്ങനെ നിങ്ങളിലേക്ക് വരാനുള്ള ഒരു ചാൻസ് നമ്മളിവിടെ കാണുന്നുണ്ട്. ഓക്കെ,
പിന്നെ ഏസ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്, പുതിയൊരു തുടക്കം തന്നെയാണ് അത് കാണുന്നത്. അപ്പോൾ ആ ഒരു പുതിയ തുടക്കം ഈ ഒരു കമ്മ്യൂണിക്കേഷൻ വഴി ആകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, അല്ലെ പ്രാർത്ഥിക്കുകയാണ് ഇവിടെ. ഇപ്പോൾ ഈ ഒരു സൈലന്റ് അല്ലെങ്കിൽ ഈ ഒരു സെപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം ഒരു ഫ്രഷ് സ്റ്റാർട്ട്, അത് തന്നെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഏസ് ഓഫ് പെൻറ്റക്കിൾസ്. ആ ഒരു ചാൻസ് ആണ് ഇവിടെ നമുക്ക് തരുന്നത്, നിങ്ങളുടെ റിലേഷൻഷിപ്പിന് കിട്ടുന്നത് എന്നുള്ളതാണ്. പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ കാർഡ് നമുക്ക് സ്ട്രെങ്ത് കാർഡാണ്. അപ്പോൾ സ്ട്രെങ്ത് കാർഡ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു പേഷ്യൻസ് ആവശ്യമാണ് എന്ന് നമുക്കിവിടെ പറയേണ്ടതായിട്ട് വരും. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പിനും ഒരു പേഷ്യൻസ് ആവശ്യമാണ്. ഇമോഷൻസ് കൺട്രോൾ ചെയ്യണം നിങ്ങൾ. അവർ വളരെയധികം സ്ലോ ആയിട്ട് ഡിലേ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവർ ഈ റിലേഷൻഷിപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു റിലേഷൻഷിപ്പ് വളരെയധികം സ്ട്രോങ് ആയി മാറും, അവരും വളരെയധികം സ്ട്രോങ് ആയി മാറും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഇവരൊരു മറുപടി തരുന്നില്ല എന്നുള്ളത് നമ്മൾ നോക്കുമ്പോൾ ഫ്യൂച്ചർ ഇവർ സീരിയസ് ആയിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് അവരൊരു ബ്രേക്ക് അവിടെ എടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഇമോഷണൽ ബ്ലോക്കുകൾ, തടസ്സങ്ങൾ ഇവർക്കുണ്ട്. ഈഗോയുടെ ഇഷ്യൂ നന്നായിട്ടുണ്ട്. ഒരു ഇൻസെക്യൂരിറ്റിയും ഇവർക്ക് ഫീൽ ചെയ്യും. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു പോയ കാര്യങ്ങളാണ്. ഒരു നല്ല ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഫൈനാൻഷ്യലി അല്ലെങ്കിൽ ഇമോഷണലി സ്റ്റേബിൾ അല്ലാത്തൊരവസ്ഥയായിരിക്കാം. ആ ഒരു ഇൻസെക്യൂരിറ്റിയാണ് ഇവർക്ക് ഉണ്ടാകുന്നത്. പിന്നെ ഒരു റിജക്ഷനായി പോകുമോ, അല്ലെങ്കിൽ ഞാൻ ഇവർക്ക് പറ്റിയ ഒരാളാണോ, എനിക്ക് ഇവർ തരുന്ന പോലെ ഒരു സ്നേഹവും കെയറിങ്ങും അറ്റൻഷനും ഒക്കെ ഈ ഒരു പേഴ്സണ് കൊടുക്കാനായിട്ട് കഴിയില്ലയോ എന്നൊക്കെയുള്ള ചിന്തകളാണ് ഇവർ തടഞ്ഞു നിർത്തുന്നത്, നിങ്ങൾക്കൊരു മറുപടി തരാതെ മാറ്റി നിർത്തുന്നത്. അപ്പം എപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്ന നിങ്ങളൊരു ഹൈ വാല്യൂ അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ആയിട്ട് തന്നെയാണ് അവർ കാണുന്നത്. അപ്പോൾ ഇവർക്ക് നല്ല രീതിയിൽ നിങ്ങളോട് സ്നേഹമുണ്ട്, പക്ഷെ ഒരു പേടിയാണ് ഇവിടെ ഒരു തടസ്സമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ സാഹചര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് ആ ഒരു എന്തുകൊണ്ടാണ് ഈ ഒരു വ്യക്തി പേടിക്കുന്നത് അല്ലെങ്കിൽ ഭയപ്പെടുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സൈലന്റ്, അവരിപ്പോൾ ഒരു സൈലന്റ് ആയിരിക്കാം എന്ന് കരുതി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു സൈലന്റ് ഒരിക്കലും ഒരു പെർമനന്റ് അല്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു സൈലൻസ് എപ്പോൾ മാറും എന്നുള്ളൊരു സമയം നമ്മൾ നോക്കുകയാണെങ്കിൽ 2 എനർജീസ് ആണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇത് ജനറൽ റീഡിങ് ആയതുകൊണ്ട് തന്നെ നമുക്ക് 2 ആഴ്ച 2 വീക്സ് എന്നും അതുപോലെ 2 months എന്നും കിട്ടുന്നുണ്ട്. അപ്പോൾ കുറേ ആളുകൾക്ക് 2 വീക്സിനുള്ളിൽ ഈ ഒരു എനർജിയിൽ മാറ്റങ്ങൾ വരും, സൈലൻസ് ഒക്കെ മാറിയിട്ട് നല്ല രീതിയിലൊരു കമ്മ്യൂണിക്കേഷനും അല്ലെങ്കിൽ ഒരു മെസ്സേജ് ഒക്കെ ആയിട്ട് നിങ്ങളുടെ പേഴ്സൺ വരും. കുറേ ആളുകൾക്ക് 2 monthsനുള്ളിൽ ഒരു മൂവ്മെന്റ്സ് കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാകുന്നത്. അപ്പോൾ അവർ എപ്പോൾ ഒരു മെസ്സേജ് അയക്കും, അല്ലെങ്കിൽ ആദ്യത്തെ അവരുടെ ഒരു മെസ്സേജ് എങ്ങനെയായിരിക്കും എന്നൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റീഡിങ്ങിൽ 2 എനർജി വളരെ സ്ട്രോങ് ആയിരുന്നു നമ്മൾ പറഞ്ഞല്ലോ, 2 of Wandsഉം 2 of Swordsഉം. അത് 2 നോക്കുമ്പോൾ 2 ആഴ്ചയ്ക്കുള്ളിൽ ചെറിയൊരു സിഗ്നലൊക്കെ നിങ്ങൾക്ക് കിട്ടാനായിട്ട് തുടങ്ങും. അതായത് നിങ്ങളുടെ സ്റ്റാറ്റസുകളൊക്കെ കാണാതിരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ സ്റ്റാറ്റസ് ഒക്കെ കാണുക, അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് റിയാക്ഷൻസ് ഇടുക, ഒരു മ്യൂച്വൽ കോണ്ടാക്ട്സ് ഒക്കെ ഉള്ള ആളുകളുമായിട്ടൊക്കെ അന്വേഷിക്കാനും ഒക്കെ തുടങ്ങുക. അങ്ങനെയുള്ള ക്ലൂസ് നിങ്ങൾക്ക് കിട്ടാനായിട്ട് തുടങ്ങും. ഒരു 2 ആഴ്ചക്കുള്ളിൽ ഇത്തരത്തിലുള്ള ഒരു സിഗ്നൽസ് നിങ്ങൾക്ക് കിട്ടാൻ തുടങ്ങും. 2 monthsനുള്ളിൽ ഡയറക്റ്റ് മെസ്സേജ് വരാനുള്ളതാണ് ഇവിടെ കൂടുതൽ സാധ്യത നമുക്ക് പറയാനായിട്ട് പറ്റുക. അപ്പോൾ ഇവർക്കൊരു ഡിസിഷൻ എടുക്കാനായിട്ട് ഇവർ കുറച്ച് ഡിലേ ആണ്. ഒരു ഡിസിഷൻ എടുത്താൽ മാത്രമേ ഇവിടെ ഒരു മൂവ്മെന്റ്സ് ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഏസ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജി ഉള്ളത് കൊണ്ട് ഒരു മെസ്സേജ് ഇവർ അയക്കുകയാണെങ്കിൽ അതൊരു ന്യൂ ബിഗിനിങ് വൈബിലായിരിക്കും അവരുടെ ഒരു മെസ്സേജ് വരുന്നത്. അപ്പോൾ ഇത്രയും നാളുണ്ടായിരുന്ന കാര്യങ്ങളൊന്നും അവിടെ ഇല്ലാത്ത രീതിയിൽ ഒരു പുതിയ ബിഗിനിങ് അല്ലെങ്കിൽ ഒരു ഫ്രഷ് സ്റ്റാർട്ട് പോലെ ആയിരിക്കും അവരുടെ ഭാഗത്തുനിന്ന് ഒരു മെസ്സേജ് വരിക എന്നുള്ളതാണ്. ഒരു ആദ്യത്തെ മെസ്സേജ് എങ്ങനെയായിരിക്കും, നിങ്ങളിലേക്ക് എങ്ങനെ അവർ വരും എന്നുള്ളത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അവർ നിങ്ങളുമായിട്ട് നേരിട്ട് സംസാരിക്കാൻ തന്നെ ശ്രമിക്കും. വളരെ ഇമോഷണൽ ആയിട്ട് ആ ഒരു ഇമോഷണൽ ടൂണിലായിരിക്കും അവർ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുക. നമുക്ക് സംസാരിക്കാമോ, അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി എനിക്ക് തരണമെന്നുണ്ട് എന്ന രീതിയിലൊക്കെ. അപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് അത് തന്നെയാണ്, ഒരു മറുപടി അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റിയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ നമുക്കതിനെക്കുറിച്ച് സംസാരിക്കാമോ എന്ന രീതിയിൽ അവർ ചോദിക്കും. ഇതൊരു വളരെ നമുക്ക് അങ്ങനെ ചോദിക്കും എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കതൊരു ഡ്രാമാറ്റിക് അപ്പോളജി പോലെ തോന്നും, പക്ഷെ അങ്ങനെയല്ല, ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റ് ആയിരിക്കും എന്ന് യൂണിവേഴ്സ് നമുക്കിവിടെ പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, അപ്പം അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഇന്റൻഷൻ വളരെ സീരിയസ് ആണ്. അപ്പോൾ ആദ്യ മെസ്സേജുകളൊക്കെ സിമ്പിൾ ആയിരിക്കും, പക്ഷെ പിന്നീട് അതൊരു ലോങ് ടൈം തോട്ട്സ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള മെസ്സേജുകളാകാനുള്ള ചാൻസ് ഉണ്ട്. അവരുടെ ഒരു സ്റ്റൈൽ എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ, എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ കുറച്ച് നാളായിട്ട് സംസാരിക്കണമെന്ന് എനിക്കൊക്കെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്നുണ്ടായിരുന്നു, എനിക്ക് വിളിക്കാൻ തോന്നുന്നുണ്ടായിരുന്നു എന്നൊക്കെയുള്ള രീതിയിൽ. അപ്പം അന്ന് നടന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ആ പ്രോബ്ലംസിനെ കുറിച്ചൊക്കെ നമുക്കൊന്ന് ഒരു ക്ലാരിറ്റി വരുത്തിയാലോ അങ്ങനെയൊക്കെ സംസാരിക്കാൻ ഉള്ളൊരു ചാൻസാണ് നമ്മളിവിടെ കാണുന്നത്. ഓക്കെ, പിന്നെ മെസ്സേജ് അയക്കുമ്പോൾ പോലും അവർ ഒരു ഫുൾ സറണ്ടർ ചെയ്യില്ല എന്ന രീതിയിലായിരിക്കും നിൽക്കുക.
ടോൺ ബാലൻസ്ഡ് ആയിരിക്കും അവരുടെ. എപ്പോഴും ഫുൾ സറണ്ടർ ചെയ്യില്ല എന്നാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. കാരണം വളരെ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള പേഴ്സൺ ആണ്. അതുകൊണ്ട് തന്നെ പക്ഷെ അതിൽ കടന്ന് ആ ഒരു മെസ്സേജ് നിങ്ങൾ അപ്രോച്ച് ചെയ്യുന്ന ആ ഒരു രീതിയിൽ വരാനുള്ള ഒരു ചാൻസ് റൊമാൻറ്റിക്കും അതുപോലെ സെൽഫ് റെസ്പെക്റ്റ് മിക്സ്ഡ് ആയിട്ടുള്ള ആ ഒരു സെൽഫ് റെസ്പെക്റ്റ് അവിടെ ഉണ്ടാകും. അതോടൊപ്പം തന്നെ റൊമാൻറ്റിക്സും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു രീതിയിലുള്ള മെസ്സേജസ് ആണ് നിങ്ങൾക്ക് വരാനായിട്ട് ചാൻസ് ഉള്ളത് എന്നുള്ളതാണ്. പിന്നെ യൂണിവേഴ്സിന്റെ നമുക്ക് ലാസ്റ്റ് ഒരു കാർഡ് സ്ട്രെങ്തൻ കാർഡ് കിട്ടിയിട്ടുണ്ട്. അതൊരു അഡ്വൈസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ യൂണിവേഴ്സ് നമുക്ക് പറഞ്ഞു തരുന്നത് അവർ വരും, മെസ്സേജ് അയക്കും, ജെനുവിൻ ആയിരിക്കും. ഒരു തുടക്കം സ്ലോ ആണെങ്കിലും ഒരു നല്ല രീതിയിൽ ഈ ബന്ധം പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഈ ഒരു പേഴ്സൺ വരുന്ന സമയത്ത് ഒരു റിപ്ലൈ നിങ്ങൾ കൊടുക്കുമ്പോൾ അവരുടെ ഒരു മെസ്സേജിനോ അല്ലെങ്കിൽ കോളിനോ റിപ്ലൈ കൊടുക്കുമ്പോൾ വളരെ കാമായിട്ട് റിപ്ലൈ കൊടുക്കുക എന്നുള്ള ആ ഒരു പാസ്റ്റിലെ ബ്ലെയിമും കാര്യങ്ങളും അല്ലെങ്കിൽ പാസ്റ്റിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളോട് വളരെ മോശമായിട്ട് പെരുമാറിയിട്ടൊക്കെ പോയ വ്യക്തിയായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ചെയ്തിട്ട് പോയ വ്യക്തികളൊക്കെ ആണെങ്കിൽ പോലും ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സംസാരിക്കാനുള്ള സമയമുണ്ട്. അത് ഇമ്മീഡിയറ്റ് ആയിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കാതിരിക്കുക. അപ്പോൾ ഇവിടെ ജെന്റിലായ ഒരു അപ്രോച്ച് കൊടുത്താൽ മാത്രമേ ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റെബിലൈസ് ചെയ്യാനായിട്ട് അല്ലെ ബാലൻസ് ചെയ്യാനായിട്ട് ഒരു ചാൻസ് ഉള്ളൂ എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ബന്ധം അവസാനം ഒരു കമ്മിറ്റ്മെന്റ് ആയിട്ട് മാറുമോ എന്നുള്ളതാണ്. അതായത് നമ്മളിപ്പോൾ കണ്ടു ഒരു കമ്മ്യൂണിക്കേഷൻ തരും, അത് കഴിഞ്ഞിട്ട് ഇതൊരു കമ്മിറ്റ്മെന്റ്സിലേക്ക് പോകുമോ എന്നും കൂടെ നോക്കുവാണെങ്കിൽ നമുക്ക് പറയാനായിട്ട് പറ്റുന്നത് സ്ലോ പ്രോഗ്രസ് ആണ് നമ്മളിവിടെ കാണുന്നത്. ഒരു 4 to 10 months ഒരു കമ്മിറ്റ്മെന്റ് ഡിസ്കഷൻ സീരിയസ് ആയി ഈ ഒരു റിലേഷൻഷിപ്പിൽ വരാനുള്ള ഒരു ചാൻസ് നമ്മൾ കാണുന്നുണ്ട്. ഒരു ഇമ്മീഡിയറ്റ് എൻഗേജ്മെന്റ് ഇല്ല, പക്ഷെ ഒരു സ്റ്റഡി ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ഈ റിലേഷൻഷിപ്പിന് ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. പിന്നെ ഈ ഒരു ബന്ധത്തിൽ ഒരു തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസസ് ഒക്കെ ഉണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള റൊമാൻറ്റിക് തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസസ് വളരെ ശക്തമായി നമുക്ക് കാണാനായിട്ട് പറ്റുന്നില്ല. അതായത് ഒരു തേർഡ് പാർട്ടി ഇല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടതായിട്ട് വരും. പിന്നെ ഇവിടെ കുറച്ച് അതായത് 10 of Cups 4 of Wands ഒക്കെ കാർഡുകൾ വന്നതുകൊണ്ട് അവരുടെ ഒരു ഹാർട്ടിൽ ഒരു സ്പേസ് പ്രധാനമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടും നിങ്ങൾക്ക് തന്നെ ഉള്ളതാണ്. മറ്റൊരു സീരിയസ് റിലേഷൻഷിപ്പ് ആക്ടിവിറ്റീസ് ഒന്നും നടക്കുന്നു എന്നൊരു എനർജി ശക്തമായി നമുക്കിവിടെ കിട്ടുന്നില്ല. അപ്പം പിന്നെ ഈഗോ ട്രിഗർ ചെയ്തിട്ട് അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങൾ, ഇവരുടെ ഈഗോ ട്രിഗർ ചെയ്യിപ്പിക്കുന്ന കുറച്ച് ആളുകളെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. നീ ആദ്യം അങ്ങോട്ടേക്ക് മെസ്സേജ് അയക്കേണ്ട കാര്യമൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് ചിലപ്പോൾ ഫ്രണ്ട്സ്, ഫാമിലി, ക്ലോസ് സർക്കിൾ ഇൻഫ്ലുവൻസസ് ഒക്കെ കൊണ്ടാകാം ഈ ഒരു ചാൻസസ് നമ്മളിവിടെ കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഔട്ട്സൈഡിൽ നിന്നുള്ള മറ്റാളുകളുടെ ഒപ്പീനിയൻസ് കേട്ടിട്ട് മൈൻഡ് ബ്ലോക്ക് ആക്കി വെക്കുന്ന ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നവർക്ക് അത് ഈ 2 of Swordsന്റെ എനർജിയിലൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അങ്ങനെയുള്ള ആളുകളുടെ ഒരു എനർജീസ് നമുക്ക് കാണാൻ പറ്റുന്നത്. അല്ലാതെ ഒരു തേർഡ് പാർട്ടി ഒരു പേഴ്സൺ റിലേഷൻഷിപ്പ് ആ ഒരു രീതിയിൽ പറയാനായിട്ട് നമുക്ക് ആരെയും കാണാൻ പറ്റുന്നില്ല. പിന്നെ ഫാമിലിയുടെ ഒരു എക്സ്പെക്ടേഷൻസ് അവരുടെ മൈൻഡിൽ വലിയൊരു റോള് തന്നെ പ്ലേ ചെയ്യുന്നുണ്ട്. കാരണം ആ ഒരു ഫാമിലിയുടെ എക്സ്പെക്ടേഷനിലുള്ള ഒരാളായിരിക്കില്ല നിങ്ങൾ, അല്ലെങ്കിൽ ഫാമിലി പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു വൈബ് കൊടുക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കില്ല നിങ്ങൾ. അപ്പോൾ അവർക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ അവരുടെ ആ ഒരു പ്രതീക്ഷകൾ ഈ ഒരു മനുഷ്യന്റെ മൈൻഡിലും ഉണ്ട് എന്നുള്ളതാണ്. ഈ ഒരു വ്യക്തി ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന പേഴ്സൺ, അതായത് നിങ്ങളെ ആ ഒരു റോളിലേക്ക് പ്ലേസ് ചെയ്യുമ്പോൾ അവർക്ക് അവിടെ കുറെ തടസ്സങ്ങൾ വന്ന് നിങ്ങളിലേക്ക് എത്താനായിട്ട് അത് മറഞ്ഞു പോകുന്നു എന്നുള്ളതാണ്. അപ്പം ഇത് സീരിയസ് ആണെങ്കിൽ ഒരു ഫാമിലി അപ്രൂവ്ഡ് ചെയ്യുമോ എന്നൊക്കെ ഒരു ടെൻഷനും കൂടി ഈ ഒരു വ്യക്തിക്ക് ഉണ്ട്. ഫാമിലിക്ക് നല്ലൊരു തേർഡ് പാർട്ടിയുടെ ഒരു സ്ഥാനത്തേക്ക് ഫാമിലി മാറുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ നൈറ്റ് ഓഫ് കപ്സിന്റെ എനർജി കൊണ്ട് ഒരു ചെറിയൊരു ഫ്ലർട്ട്, അതുപോലെ തന്നെ അതായത് കാഷ്വൽ ആയിട്ടുള്ള കുറച്ച് ഒരു എന്താ പറയാ കണക്ഷൻസ് ഈ ഒരു പേഴ്സൺ ഉണ്ട് എന്ന് നമുക്ക് ലാസ്റ്റിൽ നമുക്ക് മനസ്സിലായി. നൈറ്റ് ഓഫ് കപ്സ് വന്നിരിക്കുന്നത്, പക്ഷെ അതൊരു ഇമോഷണൽ ഡെപ്ത് ഉള്ള റിലേഷൻഷിപ്പ് ഒന്നുമല്ല, ഒരു ഡിസ്ട്രാക്ഷൻ ലെവലിൽ മാത്രം പോകുന്ന ഒരു റിലേഷൻഷിപ്പ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതും കൂടി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും ഇത് ഉണ്ടെന്നും നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ഇത് ജനറൽ റീഡിംഗ് ആയിട്ട് കുറച്ച് ആളുകൾക്ക് ഇങ്ങനെയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പം അവരിപ്പോ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ അവർ ഈ ഒരു സമയത്ത് ഇപ്പൊ ആരോടായിരിക്കും, നിങ്ങളുമായിട്ട് ഒരു കോണ്ടാക്ട് ഇല്ലാത്ത സമയത്ത് അവർ ആരോടാണ് കൂടുതലായിട്ട് സംസാരിക്കുന്നത്. അപ്പൊ തേർഡ് പാർട്ടി ഉണ്ടോ എന്ന് നോക്കി കഴിയുമ്പോൾ തന്നെ നമുക്കറിയാം അവർ തേർഡ് പാർട്ടി ഇല്ല. ഇവിടെ കൂടുതലും ഇവർക്ക് കാഷ്വൽ ടോക്സ് ആണ് വരുന്നത്. അതായത് ഫ്രണ്ട്സിന്റെ അഡ്വൈസ് ഇവർ ഒത്തിരി എടുക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പൊ ഈ ഫ്രണ്ട്സ് ഒക്കെ അഡ്വൈസ് ചെയ്യുന്നത് വെയിറ്റ് ചെയ്യുക, അവള് വരട്ടെ, അല്ലെ അവൻ ആദ്യം വരട്ടെ, അവൾ ആദ്യം വരട്ടെ എന്ന രീതിയിലാണ് ഫ്രണ്ട്സ് അഡ്വൈസ് ചെയ്യുന്നതെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരു
നിന്റെ ഒരു സെൽഫ് റെസ്പെക്ട് നീ കാത്തു സൂക്ഷിക്കണം എന്ന രീതിയിലാണ് ഈ ഒരു പേഴ്സണ് അഡ്വൈസ് കിട്ടുന്നത്. ഒരു ഈഗോ സ്ട്രെങ്തൻ ചെയ്യുന്ന അഡ്വൈസുകളാണ് ഇവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതാണ് ഇവരെ ഇങ്ങനെ തടഞ്ഞു നിർത്തുന്നത്, ഈ ഒരു മറുപടി തരാൻ പറ്റാത്ത രീതിയിൽ അവരെ തടഞ്ഞു നിർത്തുന്നത് എന്നാണ് കാണുന്നത്. അപ്പോൾ ഒരു 10 ഓഫ് കപ്സിന്റെ എനർജി ഇപ്പോഴും നിങ്ങളെ ഇവിടെ കാണിക്കുന്നു. അവർ ഫിസിക്കലി മറ്റാരോടൊക്കെയോ സംസാരിച്ചാലും അല്ലെങ്കിൽ മറ്റാരോടൊക്കെയോ കണക്ഷനിൽ വന്നാൽ പോലും ഇമോഷണലി മൈൻഡ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒഴിഞ്ഞു കിടക്കുന്നു എന്നുള്ളതാണ്. അവർ കൂടുതലായും നിങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു റീഡിങ്ങിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസും കൂടി നമുക്കൊന്ന് എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ഫസ്റ്റ് ക്ലൂ നമുക്ക് വരുന്നത് 1984 എന്ന് പറയുന്നൊരു വർഷമാണ്. അതുപോലെ 2023 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. വയനാട് ജില്ല കിട്ടുന്നുണ്ട്. ചാരിറ്റി എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. നമ്പർ 8, 2003, നമ്പർ 24, 1980, number 45, number 10, white color, tattoo on hand, golden color, തിരുവനന്തപുരം ജില്ല, നെയിൽ പോളിഷ്, സെക്കൻഡ് സ്റ്റഡ് ഇട്ടിട്ടുള്ള വ്യക്തികളൊക്കെ ആകാനുള്ള ചാൻസ് ഉണ്ട്. 2000 എന്ന് പറയുന്നൊരു വർഷം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. സോഷ്യൽ മീഡിയ, നമ്പർ 39, നമ്പർ 48, ചോക്ലേറ്റ് ലവർ ആയിരിക്കാം നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൊക്കെ ചോക്ലേറ്റ് ലവർ ആകാനുള്ള ചാൻസ് ഉണ്ട്. 2 days എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 1996 എന്ന് പറയുന്ന വർഷം കിട്ടുന്നുണ്ട്. നമ്പർ 49, നമ്പർ 4, ഈഗോ എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്ക് കിട്ടുന്നുണ്ട്. നമ്പർ 1, 2005, ലെറ്റർ എ, നേച്ചർ, പ്രകൃതിയൊക്കെ ഇഷ്ടപ്പെടുന്ന വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. റൈഡർ എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. ലൈക്സ് ട്രാവലിംഗ് ഒക്കെ ചെയ്യാനായിട്ട് താല്പര്യമുള്ള ആളുകളാകാനുള്ള ചാൻസ് ഉണ്ട്. നമ്പർ 5. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. മറക്കാതെ ആ ഒരു കമൻറ്റ് സെക്ഷനിലൂടെ ഹൈപ്പും കൂടി ഒന്ന് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.